ഹലോ, ഇന്ന് എൻ്റെ ലഞ്ചിൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമുക്ക് കുറച്ച് ചുവന്ന ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ചുവന്ന ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചുവന്ന ചീര മാത്രമല്ല, പച്ചച്ചീരയും ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് ചീരൻ്റെ ഇലേനെ കുറച്ച് നേരം അതിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് ഒക്കെ വെച്ച് കേട്ടോ. എന്തിനെന്നറിയോ, അതിൽ മരുന്നൊക്കെ അടിച്ചിട്ട് വരണതല്ലേ. നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ തൊടിയിൽ നിന്ന് ഇഷ്ടംപോലെ ചീര നമുക്ക് പറിക്കാൻ പറ്റും. നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയല്ലേ. അപ്പോൾ കുറേ ദിവസം കടയിൽ തന്നെ ഇരുന്നിട്ടുണ്ടാവും. പിന്നെ അതിന് മുമ്പ് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മരുന്നൊക്കെ അടിച്ചിട്ടാണോ വരുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഒന്ന് വൃത്തിയാവാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചു. അതിന് ശേഷം നല്ല പോലെ വാഷ് ചെയ്ത് വെള്ളം തോർന്ന് വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ ഇലക്കറികളോടൊരു പ്രത്യേക ഇഷ്ടമാട്ടോ എനിക്ക്. മുരിങ്ങയിലായാലും ചീരയിലായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചീരയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ് കേട്ടോ. 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ കൈപ്പിടിക്ക് കണക്കാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എണ്ണ ചൂടായി വന്നപ്പോൾ സാധാ പോലെ കടുക് പൊട്ടിച്ചു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുത്തു. 2 പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് അധികമായി പോകരുത്. ഫസ്റ്റ് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ചീരൻ്റെ ഇലയൊക്കെ ഒന്ന് വാടുമല്ലോ, അപ്പോഴാണ് ബാക്കിയുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ ഉപ്പ് അധികമായി പോവേ. അല്ല പിന്നെ ഒന്ന് ആവിയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേനും ഇതൊന്ന് ചുരുങ്ങിപ്പോവും. കുറച്ചും കൂടെ നമ്മൾ അരിഞ്ഞ അത്രയും കാണൂല. അതിനേക്കാളും പകുതിയായിട്ടത് ചുരുങ്ങി വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഉപ്പ് ആദ്യമേ വാരി വിതറിയിട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ചീരേനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ അടച്ചു വെച്ച ചീരേനെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ടാവും. വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചീരയിൽ തന്നെ വെള്ളത്തിൻ്റെ അംശമുണ്ട്. പിന്നെ നമ്മൾ ചീരേൻ്റെ ഇല കഴുകിയൊക്കെ വന്നതുകൊണ്ട് അവിടെ വെള്ളത്തിൻ്റെ നനവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ചീര പകുതി വേവായപ്പോൾ അതിലോട്ട് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഞാൻ ചതച്ചിട്ടൊന്നുമല്ല ഇട്ട് കൊടുത്തത്. അതിലോട്ട് ജീരകമോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ എനിക്ക് ടേസ്റ്റ് വ്യത്യാസം വരണം. നമ്മുടെ ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ തേങ്ങ പച്ചയ്ക്കാണ് ചേർത്ത് കൊടുക്കാറ്. മഞ്ഞൾപ്പൊടിയോ ജീരകമോ ഒന്നും ചേർക്കാറില്ല കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോഴാണ് എനിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ആ ചീരലേൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇങ്ങനെ വെക്കുമ്പോഴാട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ അടച്ചു വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങ ചീരലയായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കുമ്പം അതൊക്കെ ഒന്ന് വറ്റിക്കോളും. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതും റെഡിയായി വന്നിട്ടുണ്ട്. ഇന്ന് അയില മീനാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അത് മുളക് കറിയാണ് വെച്ചത്. അപ്പോൾ മീൻകറി ഇവിടെ റെഡിയായി, ചീരത്തോരനും റെഡിയായി. പിന്നെ ഒന്ന് മീൻ വറുത്തെടുക്കുക. അതിന് വേണ്ട മസാലക്കൂട്ട് ഞാൻ ആദ്യമേ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നും വേണ്ട. നമ്മുടെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. നല്ല മുളക് പൊടി 1 സ്പൂണും ചേർത്തു. മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ അതിന് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിനെയും കൂടെ വറുത്തെടുക്കും. ചട്ടി ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ആട്ടോ എടുത്തിട്ടുള്ളത് വറുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ച മീനുണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇത് വെന്ത് വരട്ടെ. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ കുട്ടി ലഞ്ച് ഇത്രയേ ഉള്ളൂ. മീൻ വറുത്തതില്ലെങ്കിലും മീൻകറി ഇല്ലെങ്കിലും ചീരത്തോരൻ മാത്രം മതിയിട്ട് എനിക്ക് ചോറ് കഴിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.